ഇന്നെനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനിത് പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് കണ്ടതാട്ടോ. കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തൈ അല്ലെങ്കിൽ ഒരു വിത്ത് കൊണ്ടുവന്ന് നടുക, അതിൽ നിന്ന് ഒരു ചെടി മുളയ്ക്കുക, അതിന് കുറച്ച് ഇലകൾ വരിക, പൂവുണ്ടാവുക, കായുണ്ടാവുക, അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട, എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ നട്ട ചെടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരുപാട് കാണാനും അതുപോലെ തന്നെ അതൊക്കെ ആസ്വദിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ വന്ന് നോക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ പൂവൊക്കെ വരുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ ഒന്നും ഇച്ചിരി കഴിയുമ്പോഴത്തേനും അത് പൂവായി, അത് മൊട്ടായി, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല ഇതൊക്കെ കാണുന്നത്. അപ്പം അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യമായിട്ട് ഇങ്ങനെ കണ്ടത്, എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ലായിരുന്നു. ആദ്യമൊക്കെ ഉണ്ടായിരുന്ന പൂവൊക്കെ പിന്നെ നോക്കുമ്പോഴത്തേനൊക്കെ കൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം നല്ല രസമുണ്ടായിരുന്നു ആ പൂവൊക്കെ ഉണ്ടായതും പിന്നെ ആ കായ നിൽക്കുന്നതൊക്കെ കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ മഴയും കാറ്റും ഒക്കെ ഉള്ള കാരണം നമ്മുടെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ അത്യാവശ്യം ഒന്ന് ചാഞ്ഞ് വീണും ഒടിഞ്ഞും ഒക്കെ അങ്ങനെ കുറച്ചൊക്കെ അല്ലറ ചില്ലറ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ പച്ചമുളകൊക്കെ 2-3 പ്രാവശ്യം വീണിരുന്നു. അതിനെയൊക്കെ ഒന്ന് നേരെയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വഴുതനി ഇതുപോലെ ഞാനൊരു ദിവസം വൈകുന്നേരം വന്ന് നോക്കുമ്പോഴത്തേനും ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു കമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് നിർത്തിയിട്ടുണ്ട് അങ്ങനെ. അപ്പം നമ്മളെല്ലാവരും തന്നെ തിരക്കുള്ളവരാണ്. ഒരുപാട് ജോലി തിരക്കുകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. എങ്കിലും നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ഫ്രീ ആവാനായിട്ട് ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമാവും.